എന്റെ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ന്യൂസ് കാണാനിടയായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണിത്. RBIയുടെ നിർദ്ദേശമാണ് നമ്മുടെ ATMൽ 500 രൂപ മാത്രം പോരാ, 200 രൂപയും 100 രൂപയും പോലുള്ള കുഞ്ഞു നോട്ടുകളും വേണം എന്നുള്ളത്. വളരെ ശരിയായിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ എന്തോരം സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. നമ്മൾ ഇപ്പോഴേ ATM പോണു, 500 രൂപ എടുക്കുന്നു, ഒരു ഓട്ടോയിൽ കയറുന്നു, 40 രൂപയ്ക്ക് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, ഈ ഒരു പൈസ കൊടുക്കുന്നു. ചേഞ്ച് കിട്ടോ? ഈവൻ 100 രൂപ കൊടുത്താൽ പോലും തിരിച്ച് ബാക്കി തരത്തില്ല. ഞാൻ എല്ലാവരെയും അധിക്ഷേപിക്കുകയല്ല, അവർക്കും ചിലപ്പോഴും ബാക്കി ചേഞ്ച് തരാൻ ഉണ്ടാകത്തില്ല. ഓക്കെ, ഇതുപോലെ ATMൽ പോയിട്ട് പൈസ എടുത്തായിരിക്കും ആൾക്കാർ. പക്ഷെ നമ്മൾ നേരിടുന്നില്ലേ? അല്ല, ഒരു ബസ് കയറുന്നു, 500 രൂപ കൊടുക്കുന്നു, ചേഞ്ച് ചോദിക്കുന്നു, കിട്ടുമോ? ഈവൻ 20 രൂപ കൊടുത്തിട്ട് ബാക്കി 5 രൂപ തരാൻ പോലും അവര് തരത്തില്ല. ആ കയ്യിൽ കിടക്കുന്ന ബാഗിൽ ഫുള്ള് ചേഞ്ച് ആയിരിക്കും, പക്ഷെ തരുമോ? ഇല്ല. ഇവൻ 5 രൂപ കൊടുത്തിട്ട് ബാക്കി 2 രൂപ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇല്ല, പിന്നെ തരാന്ന് പറയും. നമുക്ക് 500 രൂപ ചോദിച്ചിട്ട് ചേഞ്ച് തരുന്നവരുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ ആക്കണം എന്നില്ല അല്ലെ? ഇനിയിപ്പോഴും നിങ്ങൾ ചോദിക്കും, അതെന്താണ് നമുക്ക് UPI ഇല്ലേ, UPIയിൽ പേ ചെയ്തുകൂടെ എന്ന്. ബസ്സിൽ എവിടെയെങ്കിലും UPI ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോഴും ഓട്ടോയിൽ വളരെ ചുരുക്കം ചിലര് ഓട്ടോക്കാര് UPI വെക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും വെക്കുന്നുണ്ടോ? ഇനിയിപ്പോഴ് ഓട്ടോയിലും ഉണ്ട്, പക്ഷെ കുഞ്ഞു പലചരക്ക് കടയിലൊക്കെ ഇത് ഇപ്പോഴും അവൈലബിൾ അല്ല. നമ്മൾ ടെക്നോളജിക്കലി വളർന്നിട്ടുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞാലും എല്ലായിടത്തൊന്നും ഇത് അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്താൽ കാണും. ഓക്കെ, പക്ഷെ എല്ലായിടും ഇത് അവൈലബിൾ അല്ല. ഇനി ഇവിടെ ഒക്കെ ഇത് അവൈലബിൾ ആയിക്കോട്ടെ, ഇത് എല്ലാ ആൾക്കാരും ഇത് യൂസ് ചെയ്യണമെന്നുണ്ടോ കൺസ്യൂമേഴ്സ്? ഇനിയിപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ 500 രൂപയേ ഉള്ളൂ, 500 രൂപ എടുക്കാന്ന് വെച്ച് പോയാലോ? പോയിട്ട് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സേവനത്തിന് 70 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്. ഇങ്ങനൊന്നും മെസ്സേജ് വരില്ല, ജസ്റ്റ് ബാങ്കുകാർ ഡയറക്റ്റ് പിടിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 75 രൂപ പോയതേ കാണിക്കത്തുള്ളൂ. ഓക്കെ, അവിടെയും പോയി. പിന്നെ ബാക്കി എത്ര പൈസ ഉണ്ടാകും നമ്മുടെ അക്കൗണ്ടിൽ? 400 സംതിങ് ഉണ്ടാകും. അതെടുക്കാൻ കിട്ടുമോ? അതും കിട്ടത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, നമ്മുടെ അക്കൗണ്ടിൽ ഒരു 450 രൂപയുണ്ട്, നമ്മുടെ സ്വന്തം പൈസയാണ്. ഓക്കെ, പക്ഷെ അത് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്ക് വരെ പോയിട്ട് എടുക്കണം. ഈ ഒരു പോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് നമുക്ക് ATM ഫെസിലിറ്റി തരുന്നത്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. ഓക്കെ, ചിന്തിക്ക്. ഇനിയിപ്പോഴ് നമ്മുടെ ATM വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്ലോട്ട്സ് ആണ് ഉള്ളത് ATMന്റെ ഉള്ളിൽ. കാറ്ററേഴ്സ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, എനിവേ, ഒരു 100 രൂപയുടെ 200 രൂപയുടെ 500 രൂപയുടെ 2024 2000 രൂപ ഔട്ടായി. പിന്നെ അതിനുശേഷം വരുന്നത് 500 രൂപയുടെ ആണ്. ഈ ഒരു 500 രൂപ നോട്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. അതായത് നമുക്ക് ബൾക്ക് ആയിട്ടുള്ള പേയ്മെന്റ് എടുക്കുമ്പോഴേ 100 രൂപയുടെ പേയ്മെന്റ് തരിക എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് 100 രൂപ 200 രൂപ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് 500 രൂപ മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ വിരളമായിട്ടെങ്കിലും 100 രൂപ 200 രൂപ ഒക്കെ കാണും. ഇപ്പോഴ് 500 രൂപ തന്നെ കണ്ടാലായി എന്നാണ് പല ATMന്റെ സാഹചര്യം. അത് റീഫിൽ ചെയ്യുന്ന പോലുമില്ല പലയിടത്ത്. എന്നാൽ റീഫിൽ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പല ATM വർക്ക് ആവുന്നുമില്ല. അതൊക്കെ മറ്റൊരു പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു ഇഷ്യൂലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് അക്കൗണ്ടിൽ ഒരു പൈസയുണ്ട്, ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ATM ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ആ ATMൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അവൈലബിൾ ആയിരിക്കില്ല. സോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. നല്ലൊരു കാര്യമാണ് ഈ ഒരു നിർദ്ദേശം.